ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് പുതിയ കുറച്ച് സെൻറ്റൻസുകൾ പഠിക്കാം. വാട്ട് എ ബ്യൂട്ടിഫുൾ ബ്രൈഡ്. കല്യാണങ്ങൾക്കൊക്കെ പോയി കഴിയുമ്പോൾ അല്ലെങ്കിൽ കല്യാണം കഴിഞ്ഞ് പോണ കാണുമ്പോൾ നമ്മളൊക്കെ പറയാറുണ്ടല്ലേ, എന്തൊരു സുന്ദരിയാണ് അവൻ്റെ പെണ്ണ്, അല്ലെങ്കിൽ ആ വധു എത്ര സുന്ദരിയാണെന്നൊക്കെ പറയാറുണ്ടല്ലേ. വാട്ട് എ ബ്യൂട്ടിഫുൾ ബ്രൈഡ്. വാട്ട് എ ബ്യൂട്ടിഫുൾ ബ്രൈഡ്. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയും? കിത്തനി സുന്ദർ ദുൽഹൻ ഹേ. കിത്തനി സുന്ദർ ദുൽഹൻ ഹേ. കിത്തനി എത്ര, സുന്ദർ സുന്ദരമായ, അല്ലെങ്കിൽ സുന്ദർ എന്ന് പറഞ്ഞാൽ നമ്മൾ സുന്ദരി എന്നൊക്കെ പറയുന്നത്. ദുൽഹൻ വധു, ബ്രൈഡ്. അപ്പം കിത്തനി സുന്ദർ ദുൽഹൻ ഹേ. കിത്തനി സുന്ദർ ദുൽഹൻ ഹേ. കിത്തനി സുന്ദർ ദുൽഹൻ ഹേ. വാട്ട് എ ബ്യൂട്ടിഫുൾ ബ്രൈഡ്. കിത്തനി സുന്ദർ ദുൽഹൻ ഹേ. കിത്തനി സുന്ദർ ദുൽഹൻ ഹേ. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. എത്ര മനോഹരമായ സൈറ്റ്, എത്ര മനോഹരമായ കാഴ്ച എന്നൊക്കെയാണ് അർത്ഥം. എത്ര മനോഹരമായ കാഴ്ച. വാട്ട് എ ബ്യൂട്ടിഫുൾ സൈറ്റ്. കിത്തന സുന്ദർ സ്ഥൽ ഹേ. കിത്തന സുന്ദർ സ്ഥൽ ഹേ. എത്ര മനോഹരമായ സ്ഥലം, എത്ര മനോഹരമായ സീനറി എന്നൊക്കെ നമ്മൾ പറയില്ലേ. കിത്തന സുന്ദർ സ്ഥൽ ഹേ. എത്ര മനോഹരമായ സ്ഥലം. കിത്തന സുന്ദർ സ്ഥൽ ഹേ. കിത്തന സുന്ദർ, എത്ര മനോഹരം എന്നാണ്. കിത്തന സുന്ദർ എന്ന് പറഞ്ഞാൽ എത്രയോ മനോഹരം, എത്ര മനോഹരം എന്നൊക്കെയാണ്. അതിൻ്റെ കൂടെ എന്താണോ ഉദ്ദേശിക്കുന്നത് അത്. ബ്രൈഡ് ആണെങ്കിൽ ബ്രൈഡ്, സ്ഥലാണെങ്കിൽ സ്ഥല്, ബേബി ആണെങ്കിൽ ബേബി, ഗേൾ ആണെങ്കിൽ ഗേള്, ബോയ് ആണെങ്കിൽ ബോയ്. കിത്തന സുന്ദർ ലഡ്കി ഹേ. കിത്തന സുന്ദർ ലഡ്കാ ഹേ. കിത്തന സുന്ദർ ബേബി ഹേ. കിത്തന സുന്ദർ സ്ഥൽ ഹേ. ഇങ്ങനെ ഓരോന്നും നമുക്ക് കിത്തന സുന്ദർ, എത്ര മനോഹരം എന്നാണ് അത് കഴിഞ്ഞ് പറയാം. ഓക്കെ, അപ്പോൾ കിത്തന സുന്ദർ സ്ഥൽ ഹേ, എത്ര മനോഹരമായ സ്ഥലം. വാട്ട് എ ചാമിങ് ഫേസ്. വാട്ട് എ ചാമിങ് ഫേസ്. കിത്തന ആകർഷക ചെഹര ഹേ. എത്ര ആകർഷകമായ മുഖം, എന്തൊരു ആകർഷകമായ മുഖം. നമ്മൾ ചിലവരുടെ മുഖം കാണാനായിട്ട് ഭയങ്കര രസമായിരിക്കും. അപ്പം നമ്മൾ പറയുമല്ലേ, കിത്തന ആകർഷക് ചെഹര ഹേ. തുമാര ചെഹര കിത്തന ആകർഷക് ഹേ. അങ്ങനെ പറഞ്ഞാലും ശരിയാണ്. കിത്തന ആകർഷക് ചെഹര ഹേ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. അപ്പം എന്തൊരു ആകർഷകമായ മുഖം. കിത്തന ആകർഷക്, എന്തൊരു ആകർഷകം ആയ ഫേസും, മുഖം. അപ്പം ചെഹര. കിത്തന ആകർഷക് ചെഹര ഹേ. ചെഹര എന്ന് പറഞ്ഞാൽ ഫേസും, മുഖം. കിത്തന ആകർഷക് ചെഹര ഹേ. കിത്തന ആകർഷക് ചെഹര ഹേ. എന്തൊരു ആകർഷകമായ മുഖം. വാട്ട് എ ക്യൂട്ട് ബേബി. വാട്ട് എ ക്യൂട്ട് ബേബി. കിത്തന പ്യാര ബച്ച ഹേ. കിത്തന പ്യാര ബച്ച ഹേ. വാട്ട് എ ക്യൂട്ട് ബേബി. എന്തൊരു ഭംഗിയുള്ള കുട്ടി. കിത്തന പ്യാര. പ്യാര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓമനിക്കാൻ തോന്നുന്നത്, ഭംഗിയുള്ള എന്നൊക്കെയാണ് അർത്ഥം. പ്യാര. കിത്തന പ്യാര ബച്ച ഹേ. കിത്തന പ്യാര ബില്ലി ഹേ എന്ന് പറഞ്ഞാൽ എന്തൊരു ഭംഗിയുള്ള പൂച്ച. കിത്തന പ്യാര കുത്തായ, എന്തൊരു ഭംഗിയുള്ള പട്ടി. കിത്തന പ്യാര ബച്ച ഹേ, എന്തൊരു ഭംഗിയുള്ള കുട്ടി. അപ്പം കിത്തന പ്യാര. കിത്തന എന്ന് പറഞ്ഞാൽ എന്തൊരു, എന്തൊരു എന്ന് പറയുന്നോടത്തൊക്കെ നമുക്ക് എന്തുപയോഗിക്കാം? കിത്തന. അപ്പം കിത്തന പ്യാര ബച്ച ഹേ, എന്തൊരു ഭംഗിയുള്ള ബച്ച, കുട്ടി. കിത്തന പ്യാര ബച്ച ഹേ, എന്തൊരു ഭംഗിയുള്ള. കിത്തന പ്യാര, എന്തൊരു ഓമനത്തമുള്ള. കിത്തന പ്യാര ബച്ച ഹേ. ബച്ച
കുട്ടി. കിത്തന പ്യാര ബച്ചാ ഹേ. വാട്ട് എ വർത്ത്ലെസ് പേഴ്സൺ. വാട്ട് എ വർത്ത്ലെസ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഒരു വിലയുമില്ലാത്ത വ്യക്തി. എന്തൊരു വിലയില്ലാത്ത വ്യക്തി. അവൻ ഒരു വർത്ത്ലെസ് പേഴ്സണാണ്. അയാൾ ഒന്നിനും കൊള്ളരുതാത്തതാണ്, ഒരു വിലയും ഇല്ലാത്തതാണ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് വാട്ട് എ വർത്ത്ലെസ് പേഴ്സൺ. ഒരു വിലയുമില്ലാത്ത വ്യക്തി. കൈസ നിക്കമ്മ ആത്മീ ഹേ. കൈസ നിക്കമ്മ വിലയില്ലാത്ത, ആത്മീ വ്യക്തി. നിക്കമ്മ എന്ന് പറഞ്ഞാൽ ഒരു വിലയുമില്ലാത്ത വ്യക്തിക്കാണ് ആത്മീ എന്ന് പറയുന്നത്. ആത്മീ എന്ന് പറഞ്ഞാൽ ഓരോ മനുഷ്യർക്കും നമ്മൾ ഓരോ വ്യക്തിക്ക് ആത്മീ എന്ന് പറയും. അപ്പം അച്ഛ ആത്മീയ എന്ന് പറഞ്ഞാൽ നല്ല മനുഷ്യനാണ്. ബുരാത്മീയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീത്ത മനുഷ്യനാണ്. അപ്പം കൈസ നിക്കമ്മ ആത്മീയ, എന്തൊരു വിലയില്ലാത്ത വ്യക്തി, ഒരു വിലയില്ലാത്ത വ്യക്തി എന്നൊക്കെ പറയുന്നതാണ് കൈസ നിക്കമ്മ ആത്മീയ. കൈസ നിക്കമ്മ ആത്മീയ. വാട്ട് എ വർത്ത്ലെസ് പേഴ്സൺ. നിക്കമ്മ എന്ന് പറഞ്ഞാൽ വർത്ത്ലെസ്, വിലയില്ലാത്ത. കൈസ നിക്കമ്മ ആത്മീയ, ഒരു വിലയും ഇല്ലാത്ത മനുഷ്യൻ. എന്തൊരു വിലയില്ലാത്ത മനുഷ്യൻ എന്ന് നമ്മൾ പറയില്ലേ. കൈസ നിക്കമ്മ ആത്മീയ. എവ്രി മിസ്റ്റേക്ക് ടീച്ചേഴ്സ് സംതിങ്. എവ്രി മിസ്റ്റേക്ക് ടീച്ചേഴ്സ് സംതിങ്. ഓരോ തെറ്റും, എവ്രി മിസ്റ്റേക്ക്, ഓരോ തെറ്റും എന്തെങ്കിലും നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ തെറ്റും നമ്മളെ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനെന്ത് പറയും? എവ്രി, ഓരോ, മിസ്റ്റേക്ക്, തെറ്റ്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, സംതിങ്, എന്തെങ്കിലും. ഇതാണ്. അപ്പം എവ്രി എന്ന് പറഞ്ഞാൽ ഓരോ, മിസ്റ്റേക്ക് തെറ്റ്, ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നു, സംതിങ് എന്തെങ്കിലും. അപ്പം ഓരോ തെറ്റും എന്തെങ്കിലുമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നു എന്നാണ് ഇത്. അതെങ്ങനെ ഹിന്ദിയിൽ പറയും? ഹർ ഗൽത്തി, ഹർ ഓരോ, ഗൽത്തി തെറ്റ്, കുച്ച് ന കുച്ച് എന്തെങ്കിലും, സംതിങ് എന്ന് പറയുന്നതാണ് കുച്ച് ന കുച്ച് എന്തെങ്കിലുമൊക്കെ, കുച്ച് ന കുച്ച് എന്തെങ്കിലുമൊക്കെ, സിഖാത്തി ഹേ പഠിപ്പിക്കുന്നു, സീഖ്ന പഠിക്കുക, സിഖാത്തി ഹേ പഠിപ്പിക്കുന്നു. അപ്പം ഹർ ഓരോ, ഗൽത്തി തെറ്റ്, കുച്ച് ന കുച്ച് എന്തെങ്കിലുമൊക്കെ, സംതിങ്, സിഖാത്തി ഹേ പഠിപ്പിക്കുന്നു, ടീച്ചേഴ്സ് സിഖാത്തി ഹേ. അപ്പം ഹർ ഗൽത്തി കുച്ച് ന കുച്ച് സിഖാത്തി ഹേ. ഹർ ഗൽത്തി കുച്ച് ന കുച്ച് സിഖാത്തി ഹേ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കുന്നു. ഓരോ മിസ്റ്റേക്കും നമ്മെ എന്തെങ്കിലും പഠിപ്പിക്കുന്നു. ഹർ ഗൽത്തി കുച്ച് ന കുച്ച് സിഖാത്തി ഹേ. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തുകയാണ്. എല്ലാവരും ഇതിൽ നിന്നും ഏതെങ്കിലുമൊക്കെ സെൻറ്റൻസുകൾ തീർച്ചയായും പഠിച്ചിരിക്കണം. ഓക്കെ. ഓരോ ക്ലാസ്സിൽ നിന്നും നിങ്ങൾക്ക് എല്ലാ സെൻറ്റൻസും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു 2-3 സെൻറ്റൻസ് തീർച്ചയായും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ എല്ലാ ക്ലാസ്സുകളും കാണാം. ടീച്ചറുടെ പഴയ ക്ലാസ്സുകൾ കാണാത്തവർ അതൊക്കെ കാണാം. ഓരോ സെൻറ്റൻസുകൾക്ക് നിങ്ങൾക്ക് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കേണ്ട സെൻറ്റൻസുകൾ അതിൽ നിന്ന് എഴുതി വയ്ക്കുക, എന്നിട്ട് പഠിക്കുക. ഓക്കെ. ബൈ.